सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാൺവശാഃ ബൃഹദാരണ്യകോപനിഷത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അജാതശത്രു ആകുന്ന ഗുരുനാഥൻ, ഗാർഗ്യനാകുന്ന ശിഷ്യൻ, ഇവർ രണ്ടും ഗുരുഭാവത്തിലേക്കും ശിഷ്യഭാവത്തിലേക്കും മാറുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പുള്ള ആഖ്യായിക എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം അല്ലേ? പ്രഥമ മന്ത്രം ആഖ്യായിക ആരംഭം, ദ്വിതീയ മന്ത്രം ഗാർഗ്യൻ ഉപാസനകൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വാദിക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യം ആദിത്യനാണ്, പിന്നെ ചന്ദ്രൻ, അങ്ങനെ ഒരുപാട് ഉപാസനകൾ മാറ്റി മാറ്റി പറയുന്നു ഗാർഗ്യൻ. അതിനെ ഖണ്ഡിക്കുകയാണ് അജാതശത്രു ചെയ്യുന്നത്. ആരാണോ ഈ വിധം ഉപാസിക്കുന്നത് അവർക്ക് എന്ത് ഫലമാണ് ലഭിക്കുക എന്നും അജാതശത്രു വ്യക്തമായി പറഞ്ഞു. അത് നമ്മൾ കണ്ടു. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇന്നലെ പറഞ്ഞ ടേബിള് ഒരുപാട് പേര് അയച്ചു തന്നു, ഒരുപാട് പേര് അയച്ചില്ല. അതിൽ വിഷമമുണ്ട്. പിന്നെ എല്ലാവരുടെയും സാഹചര്യത്തെ മാനിക്കുന്നു. ശ്രദ്ധയോടെ അയച്ചു തന്നവർക്ക് നന്ദി പറയുന്നു. അതിന് സമയം കണ്ടെത്തിയല്ലോ. ഇന്നലെ ആരും ഉപവാസമൊന്നും എടുത്തില്ലല്ലോ അല്ലേ? ഉപവാസം കൊണ്ട് സമയമില്ലാതെ ആരുമില്ല. അപ്പോൾ അതിൽ സമയം കണ്ടെത്തി അയച്ചു തന്നവർക്ക് നന്ദി. അയച്ചു തരാത്തവർക്ക് ഒരു പരാതിയില്ല, വിഷമവും ഇല്ല. വിഷമമുണ്ട്,
പക്ഷെ വിഷമിക്കാൻ പാടില്ല നമ്മളല്ലേ, കാരണം നമുക്കറിയില്ലല്ലോ എല്ലാവരുടെയും സാഹചര്യം എങ്ങനെയാണ്. അതിലൊരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നാമത്തെ ഉപാസനയിൽ നിങ്ങൾ എടുക്കുക, ഞാൻ അയച്ചു തന്നതിൽ ഒന്നാമത്തെ അതിൽ ആദിത്യ ഉപാസന എന്ന് പറഞ്ഞില്ലേ, മന്ത്രം നമ്പർ 2 ആദിത്യ ഉപാസന. അതിൽ അജാതശത്രുവിൻ്റെ അവിടെ പറഞ്ഞില്ലേ, അധിഷ്ഠാഹ സർവേഷാം ഭൂതാന മൂർധ രാജ ഇതി. എന്ന് ഞാൻ പറയാൻ വിട്ടുപോയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏവരും ക്ഷമിക്കുക. ഇതീന്നും കൂടി ഉണ്ട്. എവിടെയാണ്? ഒന്നാമത്തെ കോളത്തിൽ അല്ലേ, മൂന്നാമത് വരുന്നത്. അതായത് അജാതശത്രു, മന്ത്രം നമ്പർ ഗാർഗ്യൻ, പിന്നെ മൂന്നാമത് വരുന്ന അജാതശത്രുവിൻ്റെ അവിടെ എന്താണ് എഴുതേണ്ടത്? അധിഷ്ഠാഹ സർവേഷാം ഭൂതാന മൂർധ രാജ ഇതി പറഞ്ഞത്. അടുത്തത് മുഖ്യഫലം എന്നതില്ലേ, തൊട്ടപ്പുറേ അവിടെ അധിഷ്ഠാഹ എന്നുള്ളത് വിട്ടുപോയി. സർവേഷാം ഭൂതാന രാജാ ഭവതി എന്നല്ല, അതിൻ്റെ തൊട്ടും മേളിൽ എഴുതിക്കോളൂ, അധിഷ്ഠാഹ സർവേഷാ ഭൂതാന രാജാ ഭവതി എന്നാണ്. ബാക്കിയൊക്കെ ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഓർമ്മിപ്പിക്കുക. അപ്പം നമ്മൾ എവിടെ വരെ കണ്ടു? ഉപാസന എത്രാമത്തെ മന്ത്രമായി? 13ാമത്തെ മന്ത്രമായി അല്ലേ. അതിൽ 12ാമത്തെ മന്ത്രത്തിലും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ മൃത്യു എന്നതിനെക്കുറിച്ച്. 12ാമത്തെ മന്ത്രം എടുക്കുമോ എല്ലാവരും? അതായത് ഛായാമയ പുരുഷ എന്ന് പറഞ്ഞ, അല്ലെ ഛായാമയ ഉപാസന. അവിടെ മൃത്യു എന്ന് പറഞ്ഞല്ലോ, മൃത്യു ഇതിവാ അഹമേത ഉപാസയത്. അവിടെ റെഫറൻസ് എഴുതിക്കോളൂ, കഠോപനിഷത്ത് 2:4-10. കഠം എന്ന് എഴുതിയാൽ മതി. കഠോപനിഷത്ത് എന്താണ്? 2:4-10. 2:4-10 എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായം 4-ാം വല്ലി 10ാമത്തെ മന്ത്രം. അടുത്തത് 1:2:25. അത് തന്നെ കഠോപനിഷത്ത് തന്നെ. 1:2:25. 1-ാം അധ്യായം 2-ാം വല്ലി 25ാമത്തെ മന്ത്രം. അതായത് നമ്മൾ മൃത്യുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, മൃത്യുസ ഉപസേചനം, പിന്നെ മൃത്യു ഏഹിവ നാനേവ പശ്യതി ഇത്യാദി മന്ത്രങ്ങൾ അവിടെ ചർച്ച ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ കാര്യമാണ്. ജസ്റ്റ് റെഫറൻസ് എഴുതിക്കോളൂ. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോൾ സർവംഹ ഏവ അസ്മിൻ ലോകെ ആയുഹു ഇതിഹി, മുഖ്യഫലമില്ലേ, അവിടെയും കൂടെ റെഫറൻസ് എഴുതിക്കോളൂ. മാണ്ഡൂക്യം 10ാമത്തെ മന്ത്രം. മാണ്ഡൂക്യം നമ്മൾ പഠിച്ചിട്ടില്ല, എങ്കിലും എഴുതിക്കോളൂ. എപ്പോഴെങ്കിലും മാണ്ഡൂക്യം പഠിക്കാൻ ഭഗവാൻ അവസരം തരുമ്പോൾ ഇത് ബുദ്ധിയിലുണ്ടാവട്ടെ. മാണ്ഡൂക്യം 10ാമത്തെ മന്ത്രം, മുഖ്യഫലം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചത് ഗാർഗ്യനും അജാതശത്രുവും തമ്മിലുള്ള സംവാദം. ഗാർഗ്യൻ അജാതശത്രുവിനെ ശിഷ്യനാക്കുവാൻ വേണ്ടി ഈ ഉപാസന ചെയ്യൂ, എങ്കിൽ അങ്ങക്ക് ഇന്ന ഫലം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ ഉപാസനയാണ് ചെയ്യുന്നത്, അങ്ങ് എൻ്റെ ശിഷ്യനായി മാറണേ, ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആഖ്യായിക തുടങ്ങിയിരുന്നു. വിവിധങ്ങളായ ഉപാസനകൾ പറഞ്ഞു. പക്ഷെ ഇതൊന്നും അജാതശത്രു മാനിച്ചതേയില്ല, അതിനെ ഖണ്ഡിച്ചു. അതിനുള്ള വ്യക്തമായ കാരണങ്ങളും നമ്മൾ കണ്ടു. അദ്ദേഹം ബ്രഹ്മവിത്താണ്, അല്ലെ സമ്പ്രദായ വിത്താണ്. പിന്നെ എന്താണ്? ശാസ്ത്ര ആനർത്ഥക്യ ദോഷം അദ്ദേഹത്തിന് അറിയാം അതെന്തെന്ന്. അതുകൊണ്ട് ഞാൻ ശാസ്ത്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കില്ല. അതാണ് ഒരു ശിഷ്യൻ്റെ ഭാവം, ഗുരുവിൻ്റെ ഭാവവും. രണ്ടുമുണ്ട്. ശിഷ്യന്മാരായ നമ്മളും അങ്ങനെ വേണം. ശാസ്ത്രത്തിന് വിരുദ്ധമായി എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ശാസ്ത്രത്തിന് വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ ഞാൻ പ്രചരിപ്പിക്കുകയില്ല.
അല്ലേ? നമ്മൾ കേനോപനിഷത്തിൽ പഠിച്ചാണിത്. ന വിക്മഹ ന വിജാനീമഹ അന്യദേവതി വിദിതാത് അതോ അവിദിതാത്. ഞങ്ങൾക്കൊന്നും അറിയില്ലേ, ഞങ്ങൾ എന്താണോ പരമ്പരയിൽ നിന്നും പഠിച്ചത് അത് ഞങ്ങളിവിടെ പറയുന്നു. ചർവിത ചർവ്, എന്താണോ അവർ ചവച്ച് തുപ്പിയത് അത് ഞങ്ങളും വീണ്ടും ചവച്ചതിൻ്റെ നീര് കുടിക്കുന്നു, അത് പകർന്നു തരുന്നു എന്ന്. അതാണ് സമ്പ്രദായ വിത്ത് എന്ന് പറയുന്നത്. അതിവിടെ അജാതശത്രു വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ വിവിധങ്ങളായ ഉപാസനകളും അതിൻ്റെ ഖണ്ഡനവും കണ്ടു. നമുക്ക് 13ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. 13ാമത്തെ മന്ത്രം കൊണ്ട് ഗാർഗ്യൻ തൻ്റെ ഉപാസനകളുടെ നിര അവസാനിപ്പിക്കുകയാണ്. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആത്മനി പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ ആത്മനി ഇതി വാ അഹമേത ഉപാസ ഇതി. ആത്മനി ഇതി വാ എന്നാണ് കേട്ടോ. ആത്മനീതി എന്ന് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, അത് രണ്ടാക്കുക. ആത്മനി അധികം ഇതി. ആത്മനി ഇതി വാ അഹമേത ഉപാസ ഇതി. ഫുൾ സ്റ്റോപ്പ്. സഹ യഹ ഏതമേവ ഉപാസ്ത. ഇത്രയും സമയം നമ്മൾ കണ്ടോ ഉപാസ്തേന്നായിരുന്നു. ഇവിടെ അവസാനിക്കുമ്പോൾ കണ്ടോ ഉപാസ്ത പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉപാസ്ത ആത്മനി ഹ ഭവതി. ആത്മനി ഹ ഭവതി. ആത്മനി ദീർഘമുണ്ട്. ആത്മനി ഹ ഭവതി. അടുത്തത് ആത്മനി ഹ അസ്യ പ്രജാഭവതി, സ തൂഷ്ണീം ആസ ഗാർഹ്യഃ, പൂർണ്ണവിരാമം. അവിടെ നമ്മൾ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു. അടയാളപ്പെടുത്തേണ്ടത് എവിടെയാണ്? ആത്മനി ഇതി എന്നത് ബ്രഹ്മലക്ഷണം. അടുത്തത് ആത്മന്വീ ഹ ഭവതി എന്നത് മുഖ്യഫലം. ആത്മന്വീ ഹ അസ്യ പ്രജാഭവതി എന്നത് അവാന്തരഫലം. അല്ലേ? അടയാളപ്പെടുത്തി. ഇന്നലെ നമ്മളത് പറഞ്ഞതായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആത്മനി പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ ആത്മനി ഇതി വാ അഹമേത ഉപാസ ഇതി. സഹ യഃ ഏതമേവ ഉപാസ്ത ആത്മന്നി ഹ ഭവതി. ആത്മന്നി ഹ അസ്യ പ്രജാഭവതി. സഹ ഹ തൂഷ്ണീം ആസ ഗാർഹ്യഃ. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആത്മനി പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ ആത്മനി ഇതി വാ അഹമേത ഉപാസ ഇതി. സഹ യഃ ഏതമേവ ഉപാസ്ത ആത്മന്നി ഹ ഭവതി. ആത്മനി ഹ അസ്യ പ്രജാഭവതി. സഹ ഹ തൂഷ്ണീമാസ ഗാർഹ്യഃ. അടുത്ത അവസാനത്തെ ഉപാസനയുമായിട്ട് ഗാർഗ്യൻ വരികയാണ്. അപ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം. കാശി രാജാവായ അജാതശത്രുവിൻ്റെ സഭാമണ്ഡപത്തിൽ ഗർവിഷ്ഠനായ ഗാർഗ്യൻ അവസാനത്തെ അടവ് പറയുകയാണ്. എന്താണ്? സഹോവാച ഗാർഗ്യൻ അജാതശത്രുവിനോട് പറയുകയാണ്, യഹ ഏവ അയം ആത്മനി പുരുഷഃ, ഞാൻ ആത്മാ എന്ന പേരായ പുരുഷനെയാണ്. പുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ടിരുന്നു ബ്രഹ്മ ഉപാസനയാണ് ഞാൻ നടത്തുന്നത്.
ഇവിടെ ആത്മാവെന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ബ്രഹ്മാവ്, ചതുർമുഖ ബ്രഹ്മാവിനെയാണ് ഇവിടെ ആത്മാ എന്നതുകൊണ്ട് ഗാർഗ്യൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഭാഷ്യത്തിൽ പറയുന്നത്. വ്യാഖ്യാനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ആത്മാ എന്ന് വെച്ചാൽ ബ്രഹ്മ, പ്രജാപതി, ഹിരണ്യഗർഭൻ ഇത്യാദി പേരുകളോടൊക്കെ കൂടിയ ബ്രഹ്മ, ചതുർമുഖ ബ്രഹ്മ. നമ്മൾ എവിടെയാണ് ബ്രഹ്മാവിനെ കുറിച്ച് പഠിച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രഹ്മാവ്. ഞാൻ മന്ത്രം ചൊല്ലാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ശ്രവണം ചെയ്യുക, ശ്രദ്ധയോടെ ശ്രവിക്കുക. മന്ത്രം ഇങ്ങനെയാണ് നമ്മൾ ബ്രഹ്മാവിനെ കുറിച്ച് പഠിച്ചത്. ബ്രഹ്മാദേവാനാ പ്രഥമ സംഭൂവ വിശ്വസ്യ കർത്ത ഭുവനസ്യ ഗോപ്ത സ ബ്രഹ്മവിദ്യാം സർവവിദ്യാ പ്രതിഷ്ഠ അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. അഥർവണവേദം, മുണ്ടകോപനിഷത്ത്, പ്രഥമ മന്ത്രം, ഒന്നാമത്തെ മന്ത്രമാണിത്. ബ്രഹ്മാ അവിടെ നമ്മൾ പഠിച്ചാൽ അവിടെയും വ്യാഖ്യാനത്തിൽ ആത്മാ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവെന്ന് നമ്മൾ മറ്റൊരിടത്ത് പഠിച്ചു, അല്ലെ ബ്രഹ്മ ഉപാസന തുടങ്ങിയത് അവിടെയാണ്. എന്താണ് മുണ്ടകോപനിഷത്ത്, പ്രഥമ മുണ്ടകം, പ്രഥമ അധ്യായം, പ്രഥമ മന്ത്രം, 1-1-1 ഇത്രയേ ഉള്ളൂ. മുണ്ടകം 1-1-1 അറിയാലോ. 1-ാം അധ്യായം, 1-ാം മുണ്ടകം, 1-ാം മന്ത്രം. ഓക്കെ, നമുക്കിനി ചൊല്ലാം. ഇനി ഓരോ ഉപനിഷത്തുക്കളായിട്ട് പാരായണം ചെയ്യുക, അപ്പം ഓർമ്മ വന്നോളും. ഇപ്പം ഈശാവാസ്യം തറവായി എല്ലാവർക്കും അതുപോലെ. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. യഹ ഏവ അയം ആത്മനി പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. അല്ലയോ അജാതശത്രു, ഞാൻ ഛായാമയനെയോ ആദിത്യനെയോ അവരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ആരെയാണ് ഉപാസിക്കുന്നത്? ഞാൻ ഹിരണ്യഗർഭനെ, അല്ലെങ്കിൽ ചതുർമുഖ ബ്രഹ്മാവിനെ, അല്ലെ പ്രഥമ പുരുഷനെ. പരമാത്മാവ് തൻ്റെ സൃഷ്ടിയിൽ പ്രഥമമായി സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അപ്പം അജാതശത്രു പറയുകയാണ്, സഹോവാച അജാതശത്രു മാമായേതസ്മിൻ സംവദിഷ്ടാഃ ആത്മനി ദിവാ അഹം ഏതം ഉപാസയിതി. ആത്മനി ഇതിവ അവിടെ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ബ്രഹ്മാവിനും ആത്മാവായിരിക്കുന്നവൻ, അതാണ് ആത്മനീതി. ചതുർമുഖ ബ്രഹ്മാവെന്ന് പറയുന്നത് പരമാത്മാവ് പ്രഥമമായി സൃഷ്ടിച്ച ആളാണ്. ശ്രദ്ധിക്കണേ, ചതുർമുഖ ബ്രഹ്മാവെന്ന് പറയുന്നത് ഭഗവാൻ തൻ്റെ മായാ സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രഥമമായി സൃഷ്ടിച്ച ആളാണ് ബ്രഹ്മാവ്, അല്ലേ? അപ്പോൾ ആ ബ്രഹ്മാവിനും ആത്മാവായി, അതാണ് ആത്മനീതി എന്നതുകൊണ്ട്. അതായത് ബ്രഹ്മാവിനും ആത്മാവായിരിക്കുന്നതിനെയാണ് ഞാൻ ബ്രഹ്മനായി ഉപാസിക്കുന്നത്. എഴുതിക്കോളൂ, ബ്രഹ്മാവിനും ആത്മാവായിരിക്കുന്നതിനെയാണ് ഞാൻ ബ്രഹ്മനായി ഉപാസിക്കുന്നത്. അതാണ് ആത്മനീതി വാ അഹമേത ഉപാസയിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ബ്രഹ്മാവിനും ആത്മാവായിരിക്കുന്നതെന്തോ അതിനെയാണ് ഞാൻ ബ്രഹ്മനായി ഉപാസിക്കുന്നത്. അതായത് ബ്രഹ്മാവിനും ആത്മാവായിരിക്കുന്നത് ആരാ? പരമാത്മാ. ആ സർവവ്യാപിയായിരിക്കുന്ന എല്ലാറ്റിനെയും സൃഷ്ടിച്ച ആ ഈശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. ബ്രഹ്മാവ് എന്നത് പ്രഥമ സൃഷ്ടിയാണ്. അപ്പോൾ ആ പ്രഥമ സൃഷ്ടിക്ക് മുമ്പ് ഒരാളുണ്ട്, സൃഷ്ടിച്ച ഒരാളുണ്ടല്ലോ ബ്രഹ്മാവിനെ, അല്ലേ? ആ പരമാത്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ല, എങ്ങനെയാണ് ചതുശ്ലോകി ഭാഗവതമൊക്കെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ മറ്റു പലയിടത്തും കണ്ടതാണ്, അല്ലേ? പ്രഥമ
മായാസഹിതനായി നിർഗുണ ബ്രഹ്മൻ അഹം ബഹുസ്യാം വിധായേഹ എന്ന സങ്കല്പം ഉണ്ടായി. അങ്ങനെ മായാസഹിതനായ പരമാത്മാവ് എന്തായി? പ്രഥമമായി ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, പിന്നെ ദേവതകളെ സൃഷ്ടിച്ചു, പഞ്ചമഹാഭൂതം സൃഷ്ടിച്ചു. ആത്മനി അനുപ്രവേശ നാമരൂപേ വ്യാകരവാണി. നമ്മൾ ചാന്തോക്യത്തിലൊക്കെ പഠിച്ചാണ് സൃഷ്ടി പ്രക്രിയ. അത് അപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. ഭഗവാൻ പ്രഥമമായി സൃഷ്ടിച്ച ആളാണ്. സൃഷ്ടികർത്താവെന്നുള്ള ടൈറ്റിൽ പിന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ താൻ സൃഷ്ടി തുടർന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിന് ബ്രഹ്മലോകം അല്ലെ സത്യലോകം എന്ന ലോകത്തെ അധിപനാക്കി സൃഷ്ടിക്രമം തുടരുവാനുള്ള ധർമ്മം ഉപദേശിച്ചു കൊടുക്കുകയാണ്. പിന്നെയാണ് ബ്രഹ്മാജി സൃഷ്ടി തുടർന്നത്. പിന്നെ ബ്രഹ്മാജിയിൽ നിന്നും സനത് കുമാരന്മാരുണ്ടായി, നാരദ മഹർഷി ഉണ്ടായി. ഇവരൊക്കെ എന്താ പറയുക, പരമവൈരാഗികളായി മാറി. അങ്ങനെ എന്തായി? ബ്രഹ്മാജി പിന്നെ ജീവസൃഷ്ടി തുടങ്ങി. അതൊക്കെ ആ കഥയൊക്കെ അറിയാം. അപ്പം അതൊക്കെ വിട്ടേര്, ഇത്രയും മാത്രം ഓർത്താൽ മതി. ബ്രഹ്മാവെന്നുള്ളത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല. ബ്രഹ്മാവ് പ്രഥമ സൃഷ്ടി ആളാണ്. പരമാത്മാവ് പ്രഥമമായി സൃഷ്ടിച്ച ആളാണ്. അപ്പോൾ ആ സൃഷ്ടിച്ച ഒരാളുണ്ടല്ലോ, ആ പരമാത്മാവിനെയാണ് ഗാർഗ്യ ഞാൻ ഉപാസിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താണ്? സഹയഹ ഏതമേവ ഉപാസ്ത ആത്മന്നീഹ ഭവതി. ആരാണോ ഞാൻ പറഞ്ഞ പോലെ ഉപാസിക്കുന്നത് അവരെന്തായി മാറും? ആത്മന്നി. ആത്മന്നി എന്ന് വെച്ചാൽ ആത്മസ്വരൂപികളായി മാറും. ആത്മന്നി ഹ ഭവതി. ഹ അവർ, ഭവതി. ഭവതി എന്ന് വെച്ചാൽ മാറും. ടു അറ്റൈൻ. എന്തിനെ അറ്റൈൻ ചെയ്യും? ആത്മസ്വരൂപത്തെ. ഇത്രയേ ഉള്ളൂ. വളരെ ചുരുക്കി പറഞ്ഞ്, ആരാണോ ബ്രഹ്മാജിയെ ഉപാസിക്കുന്നത് അവർക്ക് സത്യലോകം വരെ പോകാൻ പറ്റുകയുള്ളൂ. അതായത് ക്രമമുക്തിയെ കിട്ടുകയുള്ളൂ. മുക്തിയോപനിഷത്ത് നമ്മൾ പഠിച്ചില്ലേ, ക്രമമുക്തി. അതേ കിട്ടുകയുള്ളൂ. അത് ശാശ്വതമായ മുക്തിയല്ല. അപ്പോൾ അതിനും അതിവർത്തിച്ച് പരമാത്മാവിനെ ആര് ഉപാസിക്കുന്നു അവരെന്തായി മാറും? ആത്മന്നി, പരമാത്മസ്വരൂപികൾ. അതാണ് ആത്മന്നി എന്ന വാക്കിന് അവിടെ എന്താണ് അർത്ഥം? ആത്മസ്വരൂപി. ആത്മസ്വരൂപികളായി മാറും. എന്നിട്ട് ആത്മന്നി ഹ അസ്യ പ്രജാഭവതി എന്ന് വെച്ചാൽ എന്താണ്? എഴുതിക്കോളൂ. അവരുടെ സന്തതി പരമ്പരകളും ആത്മസ്വരൂപത്തെ അടയുവാനുള്ള പ്രയത്നശാലികളായി മാറും. ആത്മസ്വരൂപത്തെ അടയുവാനുള്ള പ്രയത്നശാലികളായി മാറും. അതാണ് അവാന്തര ഫലം. ഒന്നുകൂടെ പറയാം. ആത്മനിഹ അസ്യ പ്രജാഭവതി എന്ന് വെച്ചാൽ ആരാണോ ഈ വിധ ഉപാസിക്കുന്നത് അവരുടെ സന്തതി പരമ്പരകളും ആത്മസ്വരൂപത്തെ അടയുവാനുള്ള പ്രയത്നശാലികളായി മാറും. നമ്മൾ ഒരുപാട് ഉദാഹരണം പഠിച്ചിട്ടുണ്ട്. പിപ്പലാദ മഹർഷി, പ്രശ്നോപനിഷത്തിൽ. പിപ്പലാദ മഹർഷിയുടെ പുത്രനാണ് ഹൃഷ്യശൃംഗൻ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മഴ പെയ്ച്ച ആളില്ലേ, ശാന്തയെ വിവാഹം കഴിച്ച്. ശാന്തനെ അറിയില്ലേ? കൗസല്യയുടെ മറ്റൊരു പുത്രി. കൗസല്യാണോ കൈകേയിയാണോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അവരുടെ പുത്രി ശാന്ത. അവരെ വിവാഹം കഴിച്ചയാൾ ഹൃഷ്യശൃംഗൻ. പിപ്പലാദ മഹർഷി, ആ ഹൃഷ്യശൃംഗനെ വിട്ടത്. പിപ്പലാദ മഹർഷിയെ ഓർക്കുന്നുണ്ടായിരിക്കും. പ്രശ്നോപനിഷത്തിലെ നമ്മുടെ ആചാര്യൻ. പ്രശ്നോപനിഷത്തിലെ ആചാര്യൻ. അല്ലെങ്കിൽ പിപ്പലാദ മഹർഷി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. മഹായോഗിയായിരുന്നു, തപസ്വിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനും ആ വഴിക്ക് തന്നെ. അതാണ് സന്തതി പരമ്പരകൾ, അത് തുടരുമെന്ന് പറയുന്നത്. പിന്നെ ആരാണ്? ഉദ്ദാലക മഹർഷി അല്ലേ? ഉദ്ദാലക മഹർഷിയുടെ പുത്രൻ ശ്വേതകേതു.
അല്ലേ? എത്ര അഹങ്കാരിയും ഗർവിഷ്ഠനുമായിരുന്നു. പക്ഷെ ആ സന്തതി ഉദ്ദാലക മഹർഷി പറയുന്നത് പോലെ 15 ദിവസം ഉപവസിച്ച് ശ്രദ്ധയോടുകൂടി അഹങ്കാരത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പിതാവ് പറയുന്ന ആ വഴിക്ക് വന്നു. അതാണ് ആ സന്തതി പരമ്പരയ്ക്ക് ആ ജീൻ ഉണ്ടാകും ഉള്ളിൽ. ഇത് നമ്മൾ പിന്നീട് നട്ട് വളർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ആരാണ്? സാക്ഷാൽ ചതുർമുഖ ബ്രഹ്മാവ്, അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ സനകാദികൾ, നാരദ മഹർഷി, ഇവരൊക്കെ അനേകം ഉദാഹരണങ്ങൾ കാണും. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇവരെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പുരാണങ്ങളിൽ തന്നെ ഉദാഹരണങ്ങൾ കാണാം. എന്ത് ഉദാഹരണം? ആത്മനിഹ അസ്യ പ്രജാഭവതി, അവരുടെ സന്തതി പരമ്പരകളും ആത്മസ്വരൂപത്തെ അടയുവാനുള്ള പ്രയത്നശാലികളായി മാറും എന്നത്. അപ്പം ഇത്രയും കേട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ പറഞ്ഞു. അപ്പം അവസാനത്തെ ഉപാസനയും പറഞ്ഞു. ഇനി ബ്രഹ്മാവിനപ്പുറം ഒരാളെ ഉപാസിക്കുവാൻ, അല്ലെ ഞാൻ ഉപാസിക്കുന്നു എന്ന് കളവ് പറയുകയോ അല്ലെങ്കിൽ ഗർവത്തോടു കൂടി പറയുവാനോ ഗാർഗ്യൻ ഒരാളില്ല. അപ്പം എന്ത് ചെയ്തു ഗാർഗ്യൻ? സഹ ഹ തൂഷ്ണീമാസ്യ ഗാർഹ്യ. ഗാർഗ്യൻ എന്ത് ചെയ്തു? അവൻ തൂഷ്ണീമാസ്യ. തൂഷ്ണീമാസ്യ എന്ന് വെച്ചാൽ മിണ്ടാണ്ട് കുത്തിരുന്നു എന്നാണ് അർത്ഥം. ഇനി ഒന്നും മിണ്ടാനില്ല. അതാണ് തൂഷ്ണീം എന്ന വാക്കിൻ്റെ അർത്ഥം. മൗനം. തൂഷ്ണീം ഭവതി എന്ന് വെച്ചാൽ മൗനം. മൗനമായിരുന്നു. ഇനി ഒന്നും ഗാർഗ്യന് അജാതശത്രുവിനോടൊത്ത് വാദിക്കുവാനായിട്ടില്ല. അതാണ്. ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിനി തർക്കിക്കുവാൻ നമ്മുടെ കയ്യിൽ വിഷയമില്ല, ടോപ്പിക്കില്ല എങ്കിൽ എന്ത് ചെയ്യും? മിണ്ടാണ്ടിരിക്കും. എനിക്കിത്രേ അറിയുള്ളൂ. ആ ഗർവം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗാർഗ്യൻ. കാരണം എന്തുകൊണ്ടാണ്? ബ്രഹ്മാജിക്കപ്പുറമായി ഒരു ഉപാസ്യ ദേവതയെ പറയുവാനായിട്ട് ഗാർഗ്യൻ്റെ മുന്നിലില്ല. എന്താണ്? ബ്രഹ്മാജിക്കപ്പുറമായിട്ട് ഒരു ഉപാസ്യ ദേവതയെ പറയുവാനായിട്ട് ഗാർഗ്യൻ്റെ മുന്നിലില്ല, അല്ലേ? അപ്പം ബ്രഹ്മാജി വരെ എത്തി. ആദിത്യം കഴിഞ്ഞു, ചന്ദ്രൻ കഴിഞ്ഞു, ദിക്കുകൾ കഴിഞ്ഞു, ദേവതകൾ കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു. അവസാനത്തെ പിടിവള്ളിയായിരുന്നു ബ്രഹ്മാജി. അപ്പം അതിൻ്റെ അപ്പുറത്ത് പറയുവാനായിട്ട് ഗാർഗ്യൻ്റെ മുന്നിലില്ലാത്തത് കൊണ്ട് അജാതശത്രുവിൻ്റെ മുന്നിൽ ഗാർഗ്യൻ എന്ത് ചെയ്തു? തൂഷ്ണീമാസം, മൗനം അവലംബിച്ചു. അതാണ് തൂഷ്ണീം ആസ്യ. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. നമ്മളുടെ അല്ലേ ദ്വിതീയോധ്യായം ഇപ്പോൾ 13 മന്ത്രം വരെ കഴിഞ്ഞു. നമ്മൾ ആ എല്ലാവരും ഉള്ളടക്കം എഴുതിയത് ഒന്ന് നോക്കിക്കേ. ഉള്ളടക്കം നമ്മൾ എഴുതി. മന്ത്രം 1 ആഖ്യായിക ആരംഭം, മന്ത്രം 2 മുതൽ 13 വരെ സഗുണ ബ്രഹ്മ ഉപാസന, അല്ലേ? സഗുണ ബ്രഹ്മങ്ങളെക്കുറിച്ച്, അതായത് സഗുണ ബ്രഹ്മം എന്ന് വെച്ചാൽ ഈശ്വര ദേവത ഉപാസന, അതെല്ലാം പറഞ്ഞ് കഴിഞ്ഞു. മിണ്ടാണ്ടിരിക്കുകയാണ് ആര്? അപ്പം നമ്മുടെ മനസ്സിലാ ചിത്രം ഉണ്ടായിരിക്കണം. തല താഴ്ത്തി തൻ്റെ അഹങ്കാരത്തെയൊക്കെ നശിപ്പിച്ചു, അല്ലേ? ഇനി ഒന്നും ബാധിക്കാനില്ല. തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഗർവത്തെ ശമിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഗാർഗ്യൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് ഇനി എന്താണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്? മന്ത്രം 14 മുതൽ 20 വരെ അപവാദ പ്രകരണം അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മജ്ഞാന ഉപദേശം. ഇവിടെയാണ് അജാതശത്രു ഗുരുവായി മാറുന്നത്. ഇനി മുതലാണ്. ഇത്രയും നാളും രാജാവായിട്ടിരിക്കുന്നു, തൻ്റെ മുന്നിൽ തർക്കിക്കാൻ വന്ന ആളോട് സംവദിക്കുന്നു എന്നേ ഉള്ളൂ. ഗുരുഭാവത്തിലെത്തിയില്ല. ഇനി ഗുരുവായിട്ട് മാറുകയാണ്. കാരണം എന്താ? മൗനമായിട്ട് തല താഴ്ത്തി തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഗർവത്തെ ശമിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ആ അജാതശത്രുവിൻ്റെ അപ്പം ഇനി എന്താണ്? ശിഷ്യൻ ബാലാഗി അല്ലെ അജാതശത്രു അല്ല ഗാർഗ്യൻ, ഗുരു അജാതശത്രു ആയി മാറുന്ന സന്ദർഭമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു. മന്ത്രം 14 മുതൽ 20 വരെ അജാതശത്രു ഗുരുവായി
ഗാർഗ്യന് അല്ലെങ്കിൽ ബാലാകിക്ക് നിർഗുണ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളും ആ ബ്രഹ്മോപദേശം കേൾക്കുവാനായി ചെവിടൊക്കെ കൂർപ്പിപ്പിച്ച് ശ്രദ്ധയോടെ ഈശ്വര പ്രണിധാനത്തോടു കൂടി ഇരിക്കുക. യാജ്ഞവൽക്യ മഹർഷിയോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുക, എനിക്ക് അങ്ങ് പറയുന്ന ഉപാസനകളൊക്കെ ചെയ്തുള്ള ഒരു ചിത്തശുദ്ധിയില്ല, എങ്കിലും ഞാൻ ശ്രമിക്കുകയാണ് ഉപദേശം കേൾക്കുവാനായി, എന്നെയും അനുവദിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് അജാതശത്രുവിൻ്റെ വായിൽ നിന്ന് ഉപദേശം കേൾക്കാം. 14ാമത്തെ മന്ത്രം. സഹോവാച അജാതശത്രു ഏതാവന്നു ഇതി. ഏതാവന്നു ഇതി. സഹോവാച അജാതശത്രു കോമ ഏതാവന്നു ഇതി കോമ ഏതാവത് ഹി. ഏതാവത് വത് തായാണ് തകാരം. ഏതാവത് ഹി. ഹി ഹ അതില്ല ഹി. ഏതാവത് ഹി ഇതി. ഏതാവത് ഹി ഇതി കോമ ന ഏതാവതാ കോമ ന ഏതാവതാ ന ഏതാവത കോമ വിദിതം ഭവതി ഇതി കോമ ന ഏതാവത കോമ വിദിതം ഭവതി ഇതി കോമ. സഹോവാച ഗാർഹ്യഃ ഉപത്വായാനി ഇതി. അത് അണ്ടർലൈൻ ചെയ്തോളൂ. ഉപത്വായാനി ഇതി. അണ്ടർലൈൻ ചെയ്യോ ഹൈലൈറ്റ് ചെയ്യോ എങ്ങനെയാണോ നമുക്ക് പെട്ടെന്ന് പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ഓർമ്മ വരണം, അതിനു വേണ്ടിയാണ്. ഉപത്വായാനി ഇതി പൂർണ്ണവിരാമം, ഫുൾ സ്റ്റോപ്പ്. ഒന്നുകൂടെ പറയാം. സഹോവാച അജാതശത്രു ഏതാവന്നു ഇതി ഏതാവത് ഹി ഇതി ന ഏതാവതാ വിദിതം ഭവതി ഇതി സഹോവാച ഗാർഹ്യഃ ഉപത്വായാനി ഇതി. നമുക്ക് പാരായണം ചെയ്യാം. സഹോവാച അജാതശത്രു ഏതാവന്നു ഇതി ഏതാവത് ഹി ഇതി ന ഏതാവതാ വിദിതം ഭവതി ഇതി സഹോവാച ഗാർഹ്യഃ ഉപത്വായാനി ഇതി. സഹോവാച അജാതശത്രു ഏതാവന്നു ഇതി ഏതാവത് ഹി ഇതി ന ഏതാവതാ വിദിതം ഭവതി ഇതി സഹോവാച ഗാർഹ്യഃ ഉപത്വായാനി ഇതി. അപ്പോൾ ആ ചിത്രം ഉണ്ടായിരിക്കണം. അജാതശത്രുവിൻ്റെ മുന്നിൽ മൗനമായിരിക്കുന്ന ഗാർഗ്യൻ. എന്നിട്ട് ഈ മൗനമായിരിക്കുന്ന ഗാർഗ്യനെ കണ്ടിട്ട് അല്ലെ ബാലാകിയെ കണ്ടിട്ട് അജാതശത്രു ചോദിക്കുകയാണ്. അവരുടെ ഡയലോഗാണ് ഇനി വരുന്നത്. അടുത്ത എന്താണ്? സഹോവാച അജാതശത്രു എന്ന് വെച്ചാൽ മൗനമായിരിക്കുന്ന ഗാർഗ്യനെ കണ്ടിട്ട് അജാതശത്രു ഉവാച ചോദിച്ചു. എന്താണ് ചോദിക്കുന്നത്? ഏതാവന്നു ഇതി. അടുത്ത ഡയലോഗാണ്, അജാതശത്രുവിൻ്റെ ഡയലോഗാണ്. ഏതാവന്നു ഇതി, ഇത്രയുമാണോ അങ്ങേക്ക് അറിയാവുന്നത്? ഒരു പരിഹാസ ചിരിയോടുകൂടി. അതാണ് ഏതാവന്നു ഇതി, ഇത്രയും അറിയാവുള്ളൂ. അങ്ങനെ ഒരു വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇവിടെ. ഇത്രയും അങ്ങേക്ക് അറിയാവുള്ളൂ. കാരണം 1000 പശുക്കളെ കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ അധികാരമുണ്ട് ചോദിക്കാനായിട്ട്. കാരണം ഒന്നും അറിയാത്ത ആൾക്ക് പോലും ആദരവ് കൊടുത്തതാണ് അല്ലേ അജാതശത്രു. അദ്ദേഹത്തിൻ്റെ മഹത്വം നമ്മൾ അവിടെ കണ്ടതാണ്. ആ അജാതശത്രു ചോദിക്കുകയാണ്, ഏതാവന്നു ഇതി, ഇത്രയുമാണോ അങ്ങേക്ക് അറിവുള്ളത്?
അപ്പോൾ അടുത്ത ഡയലോഗ് ഏതാവത് ഹി ഇതി എന്നത് അജാതശത്രുവിനോട് ഗാർഗ്യൻ പറയുന്ന ഡയലോഗാണ്. ഏതാവത് ഹി ഇതി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് വേണ്ടവർ എഴുതിക്കോളൂ. ഗാർഗ്യ ഉവാച, ഗാർഗ്യൻ പറയുകയാണ്. ഏതാവത് ഹി ഇതി, ഹി എനിക്ക്, യഥാവത് ഇത്രയുമാണ് എനിക്കറിയാവുന്നത്. അതായത് തൻ്റെ മൗനത്തെ വിട്ടുകൊണ്ട് അജാതശത്രുവിനോട് ഗാർഗ്യൻ പറയും, എനിക്ക് ഇത്രയേ അറിയുള്ളൂ. അപ്പം ആ ഗർവം മുഴുവൻ നശിക്കുകയാണ് ഇവിടെ, അല്ലേ? നമ്മളോട് തർക്കിക്കാൻ ആരെങ്കിലും വരുമ്പോൾ തർക്കിച്ച് അവസാനം എനിക്ക് പറയാനൊന്നുമില്ലെങ്കിൽ എനിക്ക് ഇത്രയേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളൊരു എന്താ പറയുക, സറണ്ടർ ആകുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഗാർഗ്യൻ ഇവിടെ. ടോട്ടൽ സറണ്ടർ, അതായത് പൂർണ്ണമായും അടിയറവ് പറയുകയാണ്, ഒന്നുമില്ല എനിക്ക്. അപ്പോൾ ആ ചിത്രം ഉണ്ടാകണം കേട്ടോ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ ഈ സംവാദം നടക്കണം. ഏതാവത് ഹീതി, ഇത്രയുമാണ് എനിക്കറിയാവുന്നത്. അടുത്ത വാക്ക് എന്താണ്? ന ഏതാവതാ വിദിതം ഭവതി ഇതി. അത് വേണ്ടവർ എഴുതിക്കോളൂ. അജാതശത്രു ഉവാച, അജാതശത്രുവിൻ്റെ ഡയലോഗാണ് അത്. ന ഏതാവതാ വിദിതം ഭവതി ഇതി. ആരുടെയാണ്? അജാതശത്രുവിൻ്റെ. അജാതശത്രു പറയാണ് ന ഏതാവതാ വിദിതം ഭവതി, അതായത് ഈ വിധം അങ്ങറിഞ്ഞ ജ്ഞാനം. വിദിതം എന്ന് വെച്ചാൽ അറിഞ്ഞത്. അതായത് അങ്ങ് പറഞ്ഞല്ലോ ഈ 13 മന്ത്രം വരെ എന്നോട് തർക്കിച്ചല്ലോ, അതൊക്കെ എന്താണ്? ന ഏതാവത, അങ്ങറിഞ്ഞ ജ്ഞാനം ഒന്നും ന വിദിതം, പൂർണ്ണമല്ല. അതാണ് ന ഏതാവത വിദിതം ഭവതി എന്ന് വെച്ചാൽ ഈ വിധം അങ്ങറിഞ്ഞ ജ്ഞാനം പൂർണ്ണമല്ല. ആര് പറയുന്നു? അജാതശത്രു ഗാർഗ്യനോട് പറയുന്നു, ഈ വിധം അങ്ങറിഞ്ഞ ജ്ഞാനം ഒന്നും പൂർണ്ണമല്ല. നമുക്ക് എപ്പോഴേലും ഇത് സ്ക്രിപ്റ്റായിട്ട് ചെയ്താൽ നല്ല. എങ്ങനെ എന്താണ്, നിങ്ങൾ വീട്ടിൽ തന്നെ സംസാരിച്ചാലും മതി. അത് കാരണം നമ്മൾ പിന്നെ മറക്കൂല. ഒരാൾ അജാതശത്രുവായിട്ട് അഭിനയിക്കുക, വേറൊരാൾ ഗാർഗ്യനായിട്ട്. ഈ ഡയലോഗ് ഇങ്ങനെ പറയണം, നമ്മൾ മറക്കൂല സ്ക്രിപ്റ്റ് ആക്കിയാൽ. എന്നിട്ട് എന്താണ് അടുത്തത്? സഹോവാച ഗാർഹ്യ. അപ്പം ഇത് കേട്ടിട്ട് അങ്ങറിഞ്ഞ ജ്ഞാനം പൂർണ്ണമല്ലെന്ന് അജാതശത്രു പറയുന്നത് കേട്ടിട്ട് ഗാർഗ്യൻ പറയാൻ സഹോവാച ഗാർഹ്യ. അതായത് ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാകി അജാതശത്രുവിനോട് പറയുകയാണ്. എന്താണ്? ഉപ. അടുത്ത വാക്കാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ്. എന്താണ്? ഉപ ത്വാ യാനി ഇതി. ഉപ ത്വാ യാനി ഇതി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഞാൻ അങ്ങയെ ശിഷ്യഭാവത്തിൽ ഉപസദിക്കുന്നു. എഴുതിക്കോളൂ. ഉപത്വം യാനി ഇതി എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ അങ്ങയെ ശിഷ്യഭാവത്തിൽ ഉപസദിക്കുന്നു, അല്ലേ? ഉപ ത്വാ എന്ന് വെച്ചാൽ അങ്ങയെ, അല്ലേ? അതുകൊണ്ട് പുസ്തകത്തിലുണ്ട് യാനി. എല്ലാ വാക്കിൻ്റെ അർത്ഥമുണ്ട് ഇവിടെ, അല്ലേ? അങ്ങയെ ഞാൻ ഉപസദിക്കുന്നു, ഞാൻ അങ്ങയെ ഉപസദിക്കുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നമ്മൾ കൂട്ടിച്ചേർക്കണം. എന്ത്? ശിഷ്യഭാവത്തിൽ ഉപസദിക്കുന്നു. സംസ്കൃതത്തിൽ വേണ്ടവർ എഴുതിക്കോളൂ. അഹം ശിഷ്യഭാവേന. അഹം എന്ന് വെച്ചാൽ ഞാൻ. ആര്? ഗാർഗ്യൻ. അഹം ഗാർഹ്യ.
ശിഷ്യഭാവേന. ശിഷ്യഭാവേന. ഭാവേന എന്ന് വെച്ചാൽ ശിഷ്യഭാവത്തിൽ. മലയാളത്തിൽ പറയുമ്പോൾ ശിഷ്യഭാവത്തിൽ. സംസ്കൃതത്തിലാണെങ്കിൽ ശിഷ്യഭാവേന. ശിഷ്യഭാവേന. ഉപയാനി. ഉപയാനി. ശിഷ്യഭാവേന ഉപയാനി. ഉപയാനി എന്ന് വെച്ചാൽ എന്താണ്? ഉപസദിക്കുന്നു, സറണ്ടർ ആകുന്നു എന്നാണ് അല്ലേ? ഒന്നുകൂടെ പറയാം. ഉപത്വം യാനി ഇതി എന്ന് വെച്ചാൽ എന്താണ്? അഹം ഗാർഹ്യഃ ശിഷ്യഭാവേന ഉപയാനി. ഞാൻ അങ്ങയെ, ഞാനാകുന്ന ഗാർഗ്യൻ അങ്ങയെ ശിഷ്യഭാവത്തിൽ ഉപസദിക്കുന്നു. നമുക്ക് വേണേൽ പല ഭാവത്തിൽ ഉപസദിക്കാം, അതൊന്നുമല്ല. കാരണം തൻ്റെ ഗർവമൊക്കെ കളഞ്ഞ് മൗനമായിരിക്കുന്ന ആൾക്ക് ഇനി ഒന്നുമില്ല തർക്കിക്കാൻ. അപ്പോൾ ഏത് ഭാവത്തിലാണ്? ശിഷ്യഭാവത്തിൽ. അപ്പം അതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി മന്ത്രത്തിൽ ശിഷ്യഭാവം പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശിഷ്യഭാവേന എന്ന വാക്ക് അധ്യാഹാരം ചെയ്യണം. ഓർമ്മയുണ്ടോ? നമോ നാരായണ. ശിഷ്യഭാവേന എന്ന വാക്കിൻ്റെ താഴെ എഴുതുക അധ്യാഹാര പ്രക്രിയ. വെറുതെ എഴുതി വെച്ചോളൂ, മനസ്സിലായാലില്ലെങ്കിലും അത് രണ്ടാമത്തെ കാര്യം എഴുതി വെച്ചോളൂ. നമ്മൾ പഠിച്ചാണ് അധ്യാഹാരം അല്ലേ? കാശി എന്ന വാക്കിൻ്റെ അവിടെ ഒന്നാമത്തെ മന്ത്രത്തിൽ കാശ്യാന്നേ ഉള്ളൂ. അവിടെ രാജ എന്ന് നമ്മൾ അധ്യാഹാരം ചെയ്തു, ആഡ് ചെയ്തു അല്ലേ? അതായത് ഒരു വാചകം ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അതിന് അനുയോജ്യമായ വാക്ക് ആഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് അധ്യാഹാരം എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇനി അതൊക്കെ വിട്ടേര്. ഇവിടെ ശിഷ്യഭാവേന എന്ന വാക്ക് അധ്യാഹാരം ചെയ്യുക അല്ലേ? അധ്യാപകൻ എഴുതില്ലേ ആ വാക്ക്? അധ്യാഹാരം. നമുക്ക് മറ്റാഹാരങ്ങളെ അറിയുള്ളൂ. ഇത് അധ്യാഹാരം നമ്മൾ പലയിടത്തും ചെയ്തിട്ടുണ്ട്, മുണ്ടകോപനിഷത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ വാക്ക് പഠിച്ചില്ല. എനിക്കൊരു പേടിയായിരുന്നു പറയാൻ. പക്ഷെ ഇപ്പം പ്രാധാന്യം എത്തിയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്ന് തമാശയ്ക്ക് ആരും പ്രാധാന്യം പഠിക്കാൻ വരില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എഴുതി വെക്കുക എന്തായാലും. എന്താണ് ശിഷ്യഭാവേന എന്നത്? ഇവിടെ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അധ്യാഹാരം ചെയ്യും. വേദത്തിൻ്റെ രീതി ഇങ്ങനെയാണ് അല്ലേ? പുരാണങ്ങൾ പോലെ വിസ്തരിച്ച് പറയില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കോണം. ഇവിടെ ഈ വാക്ക് അനുയോജ്യമായ വാക്ക് കൂട്ടിച്ചേർക്കുക. എന്താണ്? ഉപത്വയാനി എന്ന് വെച്ചാൽ ഗാർഹ്യൻ ശിഷ്യഭാവേന ഉപയാനി, ഉപസദിച്ചു അല്ലേ? ഇനി എന്താണ് ഉപസദനം എന്നത് നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചാണ്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. പരീക്ഷലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദം ആയാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥ സഗുരുമേവാഭിഗച്ഛേ സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ അല്ലേ? മുണ്ടകോപനിഷത്ത്. അതാണ് ഉപസദനം. സമിത്പാണി, അതായത് എന്താണോ തൻ്റെ കയ്യിലുള്ളത് അല്ലേ, അതുമായിട്ട് ഗുരുവിനെ പൂർണ്ണമായും അല്ലെ, നിർവേദം വൈരാഗ്യത്തോടു കൂടി പൂർണ്ണമായും ഗുരുവിൽ ശാരീരികമായും മാനസികമായും സമർപ്പിക്കലാണ് ഉപസദനം. എന്താണ്? വൈരാഗ്യത്തോടെ തന്നെ ശാരീരികമായും മാനസികമായും പൂർണ്ണമായും ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നതിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് ഉപസദനം അല്ലെ ഉപസക്തി എന്ന്.
അല്ലേ? ഉപസത്തി എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു ശ്ലോകം ഓർമ്മ വരണം. സ്വാമിൻ നമസ്തേ നതലോകബന്ധോ. വെറുതെ കേട്ടോളൂ, അത് കേൾക്കുന്നത് പോലും സുഖമാണ്. വിവേക ചൂടാമണിയിൽ അല്ലേ? കാരുണ്യ സിന്ധു പതിതം ഭവാബ്ദോ മാമുദ്ധരാത്മീയ കടാക്ഷ ദൃഷ്ട്യ രുജ്വാതി കാരുണ്യ സുധാഭിരെ. അല്ലേ? എൻ്റെ സ്വാമി എനിക്കിനി ഒന്നും വേണ്ട, വേറെ ആരുമില്ല. അല്ലേ? ദുർവാര സംസാര തവാഗ്നി തപ്തം. ഞാൻ ഈ സംസാരത്തിൽ കുറേ അലഞ്ഞു. എൻ്റെ അഹങ്കാരം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പലതും പരീക്ഷിച്ചു. ഞാൻ അല്പജ്ഞനാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് ലോകത്തു നിന്ന് കിട്ടേണ്ട അടിയൊക്കെ കിട്ടി. അവിടെ സുഖം കിട്ടും, ഇവിടെ സുഖം കിട്ടും, ആ ആളെന്നെ സംരക്ഷിക്കും, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്നെ സംരക്ഷിക്കും, ഇത്യാദി ഇത്യാദി പലതിലും ഞാൻ സുഖം തേടി അലഞ്ഞു. പല സൂപ്പർ മാർക്കറ്റിലും പോയി അത് കിട്ടും അത് കിട്ടും എന്ന് പറഞ്ഞ് ഒന്നിലും എനിക്ക് തൃപ്തി കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? സ്വാമിൻ നമസ്തേ, ഞാൻ അങ്ങയെ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ അഹങ്കാരത്തെ അങ്ങയുടെ മുന്നിൽ അടിയറവ് പണിയുന്നു. അല്ലേ? ഉപസത്തി നമ്മൾ പലയിടത്തും കണ്ടതാണ്, ഒരുപാട് സ്ഥലത്ത് കണ്ടതാണ്, ഒരുപാടുണ്ട്. ഭാഗവത ഇപ്പോൾ പരീക്ഷിത്തായിക്കോട്ടെ ഉപസതിക്കുകയാണ് ചെയ്തത് ഗുരുനാഥനെ. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പം ഇവിടെ അജാതശത്രുവിൻ്റെ അടുത്ത് ആര്? ഗാർഗ്യൻ ഉപത്വായാനി, ഞാൻ അങ്ങേ എൻ്റെ അഹങ്കാരത്തെ അടിയറവ് വെച്ചുകൊണ്ട്. അല്ലെ? ശിഷ്യഭാവം എന്ന് വെച്ചാൽ എന്താണ്? അഹങ്കാരത്തെ അടിയറവ് വെക്കുന്നവർക്ക് ശിഷ്യരാകാൻ പറ്റുള്ളൂ. ഗുരുവാകാൻ എല്ലാവർക്കും പറ്റുമായിരിക്കും. നമ്മൾ ശിഷ്യൻ്റെ ലക്ഷണം പഠിച്ചതാ, ഓർമ്മയുണ്ടോ? എവിടെയാണെന്നറിയോ? നാരായണ, നമ്മൾ മുക്തികോപനിഷത്ത് പഠിച്ചപ്പോൾ തുടക്കത്തിൽ പഠിച്ചതാ അല്ലേ? കാകദൃഷ്ടി, ഭഗജ്ഞാനം ഇത്യാദി ശ്ലോകങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കൂ. ശിഷ്യൻ്റെ ലക്ഷണങ്ങൾ അല്ലേ? അവിടെ ശിഷ്യഭാവം എന്ന് നമ്മൾ പഠിച്ചതാണ്. ശിഷ്യഭാവം ഇത്രയേ ഉള്ളൂ. ഗുരു എന്ത് പറയുന്നു അത് മനസാ വാച ചെയ്യുവാനുള്ള, കർമ്മണ ചെയ്യുവാനുള്ള ഭാവം. റെഡി. അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരുക, ഇവിടെ നിൽക്കണ്ട പൊക്കോളം പറഞ്ഞാൽ പോവുക. അങ്ങനെ ആ ഒരു പൂർണ്ണ സമർപ്പണം ആണ് ശിഷ്യഭാവം. എങ്ങനെ കിട്ടി ഗാർഗ്യന്? അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കിയപ്പോൾ. അപ്പം എങ്ങനെ നമുക്ക് ശിഷ്യരാകാം? ഈ വളരെ നിഷ്കളങ്കമായ വാക്കാണ് ഉപത്തം യാനി എന്നുള്ളത്, പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു ഐ ഓപ്പണറാണ്. എങ്ങനെ നമുക്ക് ശിഷ്യരാകാം? തൂഷ്ണീമാസ, മിണ്ടാണ്ടിരിക്കുക. പലരും വരും ആശ്രമത്തിൽ, എനിക്കതറിയാം ഇതറിയാം. ഇപ്പം ഇവിടെ ഉത്തരകാശി നിൽക്കുമ്പോൾ പല ആളുകളെ കാണും. ഞാൻ കാശ്മീർ ശൈവശം പഠിച്ച ആളാണ്, എനിക്ക് തർക്കം മുഴുവൻ അറിയാം, നിരുക്തം മുഴുവൻ അറിയാം, വ്യാകരണം മുഴുവൻ അറിയാം. നിങ്ങൾ പാണിനി മഹർഷിയുടെ 1000-ലധികം സ്തോത്രങ്ങളുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചു ഞാൻ പറയാൻ തയ്യാറാണ്. അങ്ങനെ തർക്കത്തിന് വരുന്നവരുണ്ട്. സ്വാമിജി ഇടയ്ക്ക് നമ്മളെ വിളിച്ചിട്ട് ഇവർ ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ പറയും. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ വെറുതെ കേൾക്കാൻ വരാൻ പറയും. കാരണം അവരുടെ ഗർവം, ഞാൻ പണ്ഡിതനാണ്, ഞാൻ 12 വർഷമായി കാശിയിൽ വ്യാകരണം പഠിക്കുന്നു, എനിക്ക് അതറിയാം, ഈ തർക്കം അറിയാം, ഇതറിയാം. പിന്നെ പലരും പറയും. ഇടയ്ക്ക് തമാശ കാണാം. നമുക്ക് ആളുകൾ വന്നിട്ട് സ്വാമിജിയുടെ അടുത്ത് പറയും, ഞാൻ സ്വാമിജിയുടെ മുഖശാസ്ത്രം പറയാം, ഞാൻ അങ്ങയുടെ ഭാവി പറയാം, അങ്ങ് അവിടെ എത്തുമെന്ന് ഞാൻ പറയാം, ഇത്യാദി ഇത്യാദികളിൽ പല പല നാടകങ്ങൾ കാണാം. ആ ഗർവം, ഞാൻ ഇത്രയും പഠിച്ചു. അവരാരും ശിഷ്യഭാവത്തിൽ വരുന്നതല്ല അല്ലേ? ഇപ്പോൾ ശിഷ്യരായവർ പോലും ഗർവം വരും. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ച് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് തലേ ദിവസം പഠിപ്പിച്ചത് അപ്പോൾ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചിലർ ആദ്യം ചാടിക്കയറി പറയും,
പഠിച്ചിട്ട് വന്നവരൊക്കെ, ഇപ്പോൾ സാന്ദീപനി പഠിച്ചവരൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ അത് പഠിച്ചതാണ്, ഇത് പഠിച്ചതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നെങ്കിൽ അത് ഓർത്തോർത്ത് പറയും. അല്ലെ ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കൊട്ടേഷനൊക്കെ വരുമല്ലോ. ഇപ്പം എന്താണ്, സദൈവ സമസിതമഗ്രാസി അത്രയും വരും കൊട്ടേഷൻ. അപ്പം ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഏകമേക അദ്വിതീയം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തത്വമസി എപ്പോഴും വരും. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ പൂരിപ്പിക്കും. അപ്പം എന്താണ്, ഗർവം, എനിക്കറിയാമെന്ന് ബാക്കി സ്വാമിജിയെ അറിയണം, ബാക്കി 10 പേരും അറിയണം, എനിക്കറിയാം എന്നുള്ള ആ ഗർവം. അങ്ങനെയുള്ളൊരു ശിഷ്യരല്ല, ചോദിക്കുന്നു ഉത്തരം പറയാം, അതിന് സമയം തരും എന്നുള്ള ആ ഒരു ഭാവം. ശിഷ്യരാകുക എന്നുള്ളത് ഗുരുവാകുന്നതിനേക്കാളും പ്രയാസമാണ്. ഗുരുവാകാൻ എളുപ്പമാണ്. കുറേ മന്ത്രങ്ങൾ കാണാണ്ട് പഠിക്കുക, കുറേ ശ്ലോകങ്ങൾ അറിയുക, നല്ല വാഗ്മിയാണ്, ആർക്കും ഗുരുവാകാം. പക്ഷേ ശിഷ്യരാകുക എന്നുള്ളതാണ് പ്രയാസം. അതുകൊണ്ടാണ് ശിഷ്യഭാവേന എന്ന വാക്ക് ഇവിടെ അധ്യാഹാരം ചെയ്യേണ്ടത്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഇനി അജാതശത്രു ഗുരുവായി മാറുകയാണ്. കാരണം ഉപസദിച്ചു, സറണ്ടർ ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് അജാതശത്രു ഗുരുവായി മാറുന്നത്, ഗാർഗ്യൻ ശിഷ്യനായി മാറുന്നത്. അങ്ങനെ ഗുരു ശിഷ്യ ഭാവത്തിലാണ് ഇനിയുള്ള സംവാദം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വക്പ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.